മുടിയിലുണ്ടാകുന്ന നര നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ ഒരു സൂത്രം പറഞ്ഞു തരട്ടെ. വീഡിയോയിലേക്ക് പോകാം. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മുടിയിലുണ്ടാകുന്ന നര. പ്രായഭേദമില്ലാതെ മുടിയിലെ നര വന്നു കഴിയുമ്പോൾ കെമിക്കൽ ഡൈകൾ മേടിച്ചിട്ടാണ് മുടിയിലെ നര മറയ്ക്കാൻ നമ്മൾ നോക്കുന്നത്. ഇനി അങ്ങനൊന്നും ചെയ്യണ്ട. ഈ പറയുന്ന രീതിയിൽ ക്രീം ഒന്ന് ഉണ്ടാക്കി നിങ്ങളുടെ മുടിയിലൊന്ന് തേച്ചു നോക്ക്. നര പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. അതെന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. പലരും ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ലയോ മുടിയിലെ നര. നര മാറ്റാൻ ഇതൊന്നും നിങ്ങൾ ചെയ്താൽ മതി. പൂർണ്ണമായിട്ടും നര മാറ്റി നിങ്ങളുടെ മുടി കറുപ്പിക്കാൻ സാധിക്കും. പിന്നെ ആഹാര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അമിതമായ ടെൻഷൻ ഒഴിവാക്കുക. ഈ ക്രീം ഒന്ന് ഉണ്ടാക്കി നിങ്ങളുടെ മുടിയിൽ തേച്ച് നോക്ക്. നര പൂർണ്ണമായിട്ടും മാറുന്നത് നിങ്ങൾക്ക് കാണാം. എങ്ങനെയാണ് ആ ഒരു ക്രീം തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് കാണാം. അതിലേക്ക് പോകാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. നമ്മൾ ഡൈ ക്രീം തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു വെള്ളം നമുക്ക് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ചായച്ചരുവത്തിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു അലവേറയുടെ തണ്ട് ചെറുതായി കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കറിവേപ്പിലയുടെ ചെറിയൊരു തണ്ടും ചേർത്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മുടെ കരിഞ്ജീരകം 3 ടേബിൾ സ്പൂൺ ചേർത്ത് അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഉലുവ ഒരു 4 മണിക്കൂർ കുതിർത്ത ഉലുവ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചായപ്പൊടി നമ്മൾ ചേർത്തേക്കുന്നത് 3 ടേബിൾ സ്പൂണോളമാണ്. ഇനി ഇത് ചെറിയ തീയിൽ കടന്ന് നല്ല പോലെ ഇത് തിളയ്ക്കണം. ഞാനിവിടെ വെള്ളം ചേർത്തത് 1.5 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇത് 1/2 കപ്പായി മാറണം. അങ്ങനെ ആ ഒരു വെള്ളം ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച്. ഇനി പൊടികളാണ് നമുക്ക് വേണ്ടത്. നല്ലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് ഭൃംഗരാജിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. പറമ്പിലൊക്കെ ഭൃംഗരാജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചയായിട്ടുള്ളത് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതിയാകും. ഭൃംഗരാജിൻ്റെ പൊടി ഞാൻ എടുത്തിരിക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നല്ല പോലെ ആ ഒരു വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ്. ബാക്കി വരുന്ന ആ ഒരു വെള്ളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി കഴുകാനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ മുടിയിൽ തേച്ച് കൊടുക്കേണ്ടതാണ്. ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തേച്ചിട്ട് എൻ്റെ കൈ നല്ല പോലെ ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മുടി കണ്ടോ, ഈ ഒരു മുടിയിലേക്കാണ് തേച്ച് കൊടുക്കുന്നത്. മുടിയിലെ നര നല്ല പോലെ ഉണ്ട്. ആ ഒരു നരയുള്ള ആ ഒരു റൂട്ടിലേക്ക് നമുക്ക് തേച്ച് കൊടുത്തതിന് ശേഷം നോർമൽ വാട്ടറിലാണ് കഴുകേണ്ടത്. ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കരുത്. നോർമൽ വാട്ടറിൽ കഴുകണം മുടിയിൽ. അതായത് ഒരു 10 മിനിറ്റോളം നമ്മൾ ഈ ഒരു ഡൈ പാക്ക് വെക്കേണ്ടതാണ്. ഡൈ പാക്ക് വെച്ച് മുടി കഴുകിയിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾ കണ്ടോ? നല്ല പോലെ നരം മാറ്റിയെടുക്കാൻ സാധിക്കും. കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കണേ. കണ്ടല്ലോ, ക്രീം തയ്യാറാക്കിയതൊക്കെ എളുപ്പമാണ് തയ്യാറാക്കാവുന്നത്. എന്തായാലും ഒന്ന് ചെയ്തു നോക്ക്. പണ്ട് കാലം തൊട്ടേ മുടിയിലെ നരയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ക്രീം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ നര പൂർണ്ണമായിട്ടും മാറ്റാം. ഈ ഒരു ക്രീം ഉണ്ടാക്കി ഉപയോഗിച്ചിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളതും വന്ന് പറയാനും കൂടി നിങ്ങൾ മറക്കല്ലേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.